Hi friends, I am Dr. Prasoon. ചില ആൾക്കാർ കോവിഡ് ബാധിച്ച് പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട്. അതായത് തലേ ദിവസം വരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ശ്വാസമുട്ടൽ വരുന്നു, അടുത്ത ദിവസം മരണപ്പെടുന്നു. ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പൾസ് ഓക്സിമീറ്റർ എന്താണ്, ഏത് പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കണം, ഇനി ഈ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു സ്കാം ആണോ, എങ്ങനെയാണ് കൃത്യമായിട്ട് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെറിയൊരു ഡിവൈസാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മളുടെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പൾസ് ഓക്സിമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പൾസ് ഓക്സിമീറ്റർ എങ്ങനെയാണ് നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രണ്ടാം തരംഗത്തിൻ്റെ സമയത്ത് ഒട്ടനവധി ആൾക്കാർ കോവിഡ് പോസിറ്റീവ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും എല്ലാവർക്കും കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ പോസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പം ഞാൻ പോസിറ്റീവ് ആണോ അല്ലേ എന്നുള്ള കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കോവിഡ് ബാധിച്ചിട്ടുള്ള അധികം ആൾക്കാർക്കും സിംറ്റംസ് ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട്. ഇത് തന്നെയാണ് അധികം ആൾക്കാർക്കും മരണത്തിലേക്ക് എത്തിക്കുന്നതും. കാരണം ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള പുറമേ ലക്ഷണങ്ങളും ഉണ്ടാവില്ല, പക്ഷേ ഹൈപ്പോക്സിയ ഉണ്ടാവും. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്, ഓക്സിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ്. അതായത് ഓക്സിജൻ്റെ രക്തത്തിലുള്ള നോർമൽ അളവ് നമുക്കെല്ലാവർക്കും അറിയാം 99, 100 അല്ലെങ്കിൽ 98 ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇത് കുറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിൽ പോലും പേഷ്യൻറ്റിന് ശ്വാസം മുട്ടലോ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് ഓക്സിജൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. ഈ അവസ്ഥയാണ് ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഇത് കാരണമാണ് അധികം ആൾക്കാരും മരണപ്പെടുന്നത്. കാരണം അധികം ആൾക്കാർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമേ ഒരു ലക്ഷണവും ഇല്ലാത്തതുകൊണ്ട് അവരാരും കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യില്ല. ഇനി പെട്ടെന്നൊരു ദിവസം ശ്വാസം മുട്ടലൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ഓക്സിജൻ്റെ സാച്ചുറേഷൻ അന്നായിരിക്കും ആദ്യമായിട്ട് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിട്ട് ഓക്സിജൻ്റെ സാച്ചുറേഷൻ നോക്കുന്നത്. ആ സമയത്ത് നോക്കുമ്പം 60, 65, ചിലപ്പം 50ൻ്റെ താഴെയൊക്കെ ആയിരിക്കും അവർക്ക് ഓക്സിജൻ്റെ ലെവൽ ഉണ്ടാവുക. അത്രയും ലേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവരുടെ ലങ്സിൽ ന്യൂമോണിയ ഓൾറെഡി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും, അഡ്വാൻസ്ഡ് സ്റ്റേജിലായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ പേഷ്യൻറ്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടോ എത്ര കൂടുതൽ ഓക്സിജൻ തെറാപ്പി കൊടുത്തിട്ടോ വെന്റിലേറ്ററിൽ ഇട്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കാറില്ല. ഇനി ഇതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഓക്സിജൻ്റെ അളവ് പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുക. അത് കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. നമ്മൾക്ക് എല്ലാ ദിവസവും കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് അറിയില്ല. സിംറ്റംസ് ഒന്നും പുറമേ കാണാത്തതുകൊണ്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു ആവശ്യം നമുക്ക് വരുന്നുമില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹാപ്പി ഹൈപ്പോക്സിയ ചില ആൾക്കാർക്ക് വരാനും, അത് ചെറുപ്പക്കാരിൽ പോലും ചിലപ്പം പെട്ടെന്ന് ഇത് വേഴ്സായി സിംറ്റമാറ്റിക്കായി ബാഡായി ഡെത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമ്മളുടെ വീടുകളിൽ ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഡിവൈസാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൾസ് ഓക്സിമീറ്റർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൾസ് ഓക്സിമീറ്റർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ്, അതിൻ്റെ മുകളിൽ എഴുതി വരുന്ന ആ ഒരു വാല്യൂ അത് കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഹാർട്ട് സിമ്പിൾ, അതിൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്ന നമ്പർ അത് നമ്മളുടെ ഹാർട്ട് റേറ്റ് ആണ്, അല്ലെങ്കിൽ പൾസ് റേറ്റ് ആണ്. അത് അധികം ആൾക്കാർക്കും 60 മുതൽ 120 ആ റേഞ്ചിൽ എത്ര വേണമെങ്കിലും കാണിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 100ന് മുകളിലും, ചിലപ്പം പനിയൊക്കെ ഉള്ള സമയത്ത് 100ന് മുകളിലും കാണിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത വാല്യൂ അതാണ് നമ്മളുടെ ഓക്സിജൻ്റെ അളവ്. അത് ചിലപ്പോൾ പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ഉണ്ടാവും, ചിലപ്പം പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ഉണ്ടാവില്ല. ഈ വാല്യൂ ഒരിക്കലും 100ൻ്റെ മുകളിൽ പോകാറില്ല. ഈ വാല്യൂ ആണ് നമ്മൾ ഓക്സിജൻ്റെ അളവ് അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് വാല്യൂ പൾസ് റേറ്റും ഓക്സിജൻ്റെ അളവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതായത് ചിലപ്പം ഓക്സിജൻ്റെ അളവ് 60 എന്ന് പറയും, ഹാർട്ട് റേറ്റ് 98, 99 എന്ന് പറയും. ഇത് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവാനും അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി, ഭയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ അടുത്ത് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാകും, പൾസ് ഓക്സിമീറ്റർ എന്നുള്ള ഒരു സ്കാമാണ്, പൈസ ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനത്തെ ന്യൂസൊക്കെ വരാൻ കാരണം, ഒരു കുട്ടി നോർത്ത് ഇന്ത്യയിൽ ഒരു സ്കെച്ച് പെന്നിൻ്റെ മുകളിൽ പൾസ് ഓക്സിമീറ്റർ ഘടിപ്പിച്ചപ്പോൾ അതിനും പൾസ് റേറ്റും ഓക്സിജൻ്റെ അളവൊക്കെ കാണിച്ചു. അന്നപ്പം ഇത് തെറ്റാണ്, ഈ ഒരു മെഷീൻ കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ ആദ്യം പറഞ്ഞ ആ വീഡിയോ ഒന്ന് കാണുക.
ഓരോ പൾസ് ഓക്സിമീറ്ററും വർക്ക് ചെയ്യുന്നത് ലൈറ്റ് ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ 2 സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്കെച്ച് പെൻ്റെ മുകളിൽ നമ്മളൊരു പൾസ് ഓക്സിമീറ്റർ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പൾസ് ഓക്സിമീറ്ററിനെ ട്രിക്ക് ചെയ്യാണ്. പൾസ് ഓക്സിമീറ്റർ അതേപോലെ തന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യും, മറ്റേ സൈഡിൽ ലൈറ്റ് റിസീവ് ചെയ്യും. ഇത് പോകുന്ന വഴിയിലൂടെ എത്രത്തോളം ലൈറ്റ് കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഓക്സിജൻ്റെ അളവുകളും കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ പൾസ് ഓക്സിമീറ്റർ ഡാമേജ്ഡ് ആയിട്ടോ പൾസ് ഓക്സിമീറ്റർ ഫോൾട്ടി ആയിട്ടോ ഒന്നുമല്ല. പക്ഷേ ഇങ്ങനെയാണ് പൾസ് ഓക്സിമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്കാം അല്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കുറേ ആൾക്കാർക്ക് ആൻഡ്രോയിഡ് വാച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ആപ്പിൾ വാച്ച് 6ൽ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടുപിടിക്കുന്ന SpO2 സെൻസർ ഉണ്ട്. അപ്പോൾ അത് മതിയോ, അല്ലെങ്കിൽ വേറെ തന്നെ സെപ്പറേറ്റ് പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കണോ എന്നുള്ള സംശയമുണ്ട്. ഇതും കുറേ ആർട്ടിക്കിൾസിൽ വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ടബിൾ പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതിൻ്റെ സെൻസേഴ്സ് കുറച്ചും കൂടിയും കൃത്യമായിരിക്കും, അതിൻ്റെ അൽഗോറിതം കുറച്ചും കൂടിയും കൃത്യമായിരിക്കും. നമുക്ക് കൃത്യമായിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അളവ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോർട്ടബിൾ പൾസ് ഓക്സിമീറ്റർ തന്നെയായിരിക്കും ഇത്തരം വെയറബിൾ ഡിവൈസസിനെക്കാട്ടിയും നല്ലൊരു ചോയ്സ്. നമുക്ക് അവസാനത്തെ പോയിന്റിലേക്ക് വരാം. ഏത് പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കണം, ഏതാണ് നല്ലത്, ഏതാണ് ക്വാളിറ്റി കുറവുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പുതിയ കമ്പനീസ് 800-900 റുപ്പീസ് മുതൽ 500 റുപ്പീസിന് പോലും പൾസ് ഓക്സിമീറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ദയവേത് നിങ്ങൾ അങ്ങനത്തെ പൾസ് ഓക്സിമീറ്റേഴ്സ് വാങ്ങിക്കാതിരിക്കുക. അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, സെൻസറിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. നമുക്ക് അത്തരം പൾസ് ഓക്സിമീറ്റേഴ്സിൻ്റെ വാല്യൂ ഒന്നും കറക്റ്റ് ആണോ എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പണ്ട് തൊട്ടിട്ടേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സിൻ്റെ പേര് ഞാൻ പറയാം. അതിലൊന്ന് ഡോക്ടർ മോറിപ്പൻ ഉണ്ട്, ഡോക്ടർ ട്രസ്റ്റ് ഉണ്ട്, ഓംറോണിൻ്റെ നല്ല ഡിവൈസാണ്, ബ്യൂറർ ഉണ്ട്, ചോയ്സ് മെഡ് നല്ലൊരു ബ്രാൻഡാണ്. ഇങ്ങനത്തെ എല്ലാ പൾസ് ഓക്സിമീറ്റേഴ്സിൻ്റെയും വില എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 1500-ന് മുകളിലേക്കാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ എല്ലാം ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഇതിൻ്റെ വില കുറച്ച് കൂടുതലാണ്. 2000, 2100, 2900 റുപ്പീസ് വരെയൊക്കെ ഇത്തരം ബ്രാൻഡ്സിൻ്റെ പൾസ് ഓക്സിമീറ്ററിൻ്റെ വില വരുന്നുണ്ട്. നിങ്ങൾ ഏത് പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വാറൻറ്റി ചുരുങ്ങിയത് 1 കൊല്ലം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. നിങ്ങളത് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ റിവ്യൂസ് വായിച്ച് നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള 2 പൾസ് ഓക്സിമീറ്റേഴ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഇനി നിങ്ങൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു വാല്യൂ കണ്ടു, അത് നോർമലാണോ അല്ലേ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടാവും. അത് കൃത്യമാണോ അല്ലേ എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്ക് ഡോക്ടർമാരുടെ സഹായം തേടാം. അതിന് നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പൾസ് ഓക്സിമീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.